സകൃതകൃതമായ നാട്ടുകാരെ എനിക്ക് ഒരേ ഒരു കാര്യം പറയാനുള്ളത് എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ 30 ദിവസം കൊണ്ട് 30,000 രൂപ നമുക്ക് ഉണ്ടാക്കാൻ അധ്വാനിച്ചാൽ ഇങ്ങനെയുള്ള പണിയെടുത്താൽ എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊരാൾ കമൻറ്റ് ഇട്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ കുട്ടികളെയൊന്നും ഇങ്ങനത്തെ പണികളെ പഠിപ്പിക്കരുത്, നമ്മളെ മക്കളെ ഇങ്ങനെയുള്ള പണികൾക്കൊന്നും വിടരുത്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. എല്ലാ പണികൾക്കും അതിൻ്റേതായ സ്റ്റാൻഡേർഡ് ഉണ്ട്. അപ്പോൾ എല്ലാ കുട്ടികളും ഡോക്ടറും പോലീസും പിന്നെ ഓഫീസ് ജോലി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വീടുകൾ ആരുണ്ടാക്കും? നമ്മുടെ നാട്ടിലുള്ള വീടുള്ള ഓരോ ഇലക്ട്രിക്കൽ പ്ലംബിങ് അതേപോലുള്ള പല പല പണികൾ, AC മെക്കാനിക്ക് പോലുള്ള പണികൾ ആര് ചെയ്യും? ഇതേമാതിരി നമ്മളിപ്പോൾ ഇപ്പം ഇവിടുന്ന് ഭയങ്കരമായിട്ട് പഠിച്ചു കഴിഞ്ഞ് വിദേശ രാജ്യങ്ങളായ ഓരോ സ്ഥലങ്ങളിലും പ്രവാസിയായിട്ടൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ആട്ടും തൊപ്പും കേട്ട് നമ്മൾ പണിയെടുക്കേണ്ടി വരും. അപ്പം നമുക്ക് സ്വന്തമായിട്ടൊരു കൈത്തൊഴിൽ പഠിക്കുക എന്നുള്ളതാണ്. നമുക്ക് സ്വന്തമായിട്ടൊരു കൈത്തൊഴിൽ പഠിക്കാം. നമ്മളെ സ്കൂളുകളിലൊക്കെ കുറേ ലസാഗു ഉസാഗുയെ പഠിപ്പിക്കുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് എന്തെങ്കിലും കുട്ടികൾക്ക് എന്തിനൊക്കെയാണ് വാസന ഉള്ളതെന്ന് നോക്കിയിട്ട് ആ കുട്ടികൾക്ക് എന്താക്കുക അവരുടേതായ ഓരോ കൈത്തൊഴിലുകൾ പഠിപ്പിച്ചു കൊടുക്കുക. ഇത് മാത്രമല്ല, ഈ കോൺക്രീറ്റ് കുഴിക്കൽ മാത്രമല്ല കൈത്തൊഴിലുകളില്ല. കുറേ കുട്ടികൾക്ക് പെയിൻറ്റിങ്ങിൻ്റെ, കുറേ കുട്ടികൾക്ക് ഇലക്ട്രിക്കൽ, കുറേ കുട്ടികൾക്ക് മെക്കാനിക്ക്, കുറേ കുട്ടികൾക്ക് ഒരുപാട് സംഭവങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. നമ്മുടെ നാട്ടിൽ കുറേ ലസാഗു ഉസാഗു അങ്ങോട്ട് പഠിപ്പിക്കും. പിന്നെ കുറേ സംഭവങ്ങൾ പഠിപ്പിച്ചിട്ട് മക്കൾ ആ പണിക്ക് പോകാൻ വേണ്ട, ഈ പണിക്ക് വേണ്ട, അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള കൈത്തൊഴിലുകളൊന്നും മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കില്ല. അവസാനം എന്താവും? ഒരു പണിക്കും പോകാൻ പറ്റാണ്ട് മയക്കുമരുന്നിൻ്റെ കച്ചവടവും ആ കച്ചവടവും ഈ കച്ചവടവും ആയിട്ട് നടക്കും. എനിക്ക് അത്രേ പറയാനുള്ളൂ. അതുകൊണ്ട് എന്താക്കുക, നമ്മളെ സ്കൂളുകളിലും ചൈനയിലും അമേരിക്കയിലൊക്കെ ഉള്ള മാതിരി എന്തെങ്കിലും കൈത്തൊഴിലുകൾ കുട്ടികൾക്ക് പഠിക്കാനുള്ളത് പഠിപ്പിച്ചു കൊടുക്കുക. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കറക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ